തെരഞ്ഞെടുപ്പ് മത്സരം ചൂടുപിടിച്ച തമിഴ്നാട്ടിലെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളൊന്നാണ് കൃഷ്ണഗിരി. കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന അതിർത്തി മണ്ഡലമാണ് ഈ കൃഷ്ണഗിരി. DMK മുന്നണിയിൽ കോൺഗ്രസ്, BJP, AIADMK സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. പക്ഷേ കൃഷ്ണഗിരിയെ ശ്രദ്ധേയമാക്കുന്നത് ഇതൊന്നുമല്ല. ഇവിടെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ നാലാമതൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. അവരുടെ പേര് വിദ്യാറാണി. പ്രബല മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം കളം പിടിക്കുന്ന വിദ്യാറാണിയാണ് കൃഷ്ണഗിരിയെ വാർത്തകളിൽ എത്തിക്കുന്നത്. ആരാണ് ഈ വിദ്യാറാണി? അതാണ് നോക്കിക്കോളൂ. പാർട്ടി നാം തമിഴർ കച്ചി, ചിഹ്നം മൈക്ക്, തമിഴിൽ ഒളിവാങ്കി എന്നാണ് പേര്. മണ്ഡലം കൃഷ്ണഗിരി. സ്ഥാനാർത്ഥിയുടെ പൂർണ്ണനാമം വിദ്യാറാണി വീരപ്പൻ എന്നാണ്. ഇതിലെ വീരപ്പൻ സാക്ഷാൽ വീരപ്പൻ തന്നെ. തെക്കേ ഇന്ത്യയെ കിടുകിട വിറപ്പിച്ച വനം കൊള്ളക്കാരൻ வீரப்பன்ற மகளான வித்யா. கிருஷ்ணகிரி தொகுதியினுடைய வெற்றி வேட்பாளராக என் அன்பு மகள் வித்யா வீரப்பன் அவர்களை அறிவிப்பதில் நான் உண்மையிலேயே பெருமையும் மகிழ்ச்சியும் அடைகிறேன். വിദ്യയുടെ പ്രചാരണ വാഹനത്തിൽ വീരപ്പന്റെ വലിയ വലുപ്പത്തിലുള്ള ഒരു ഛായാചിത്രമുണ്ട്. പ്രവർത്തകരുടെ കയ്യിലും വീരപ്പൻ ചിത്രങ്ങളുണ്ട്. പിതാവിന്റെ ജീവചരിത്രത്തിലെ കറക്കുറ്റപ്പാടുകളല്ല പ്രധാനമെന്നാണ് വിദ്യയുടെ വാദം. തിരുത്തി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനെ ഗൂഢാലോചനയിലൂടെ വകവരുത്തിയതിന്റെ പ്രതിഷേധം ജനങ്ങൾക്കുണ്ടെന്നും അത് വോട്ടാകുമെന്നും വിദ്യ ന്യായം നിരത്തുന്നു. പ്രധാന മുന്നണികൾക്കെതിരെ തീവ്ര തമിഴ് നിലപാടുള്ള സീമാൻ രൂപം നൽകിയ നാം തമിഴർ കച്ചി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആകെയുള്ള 40 സീറ്റിലും മത്സരിക്കുന്നു. ആകെയുള്ള 40-ൽ 20 വനിതകൾക്ക് നൽകി മുന്നണികളെ ഞെട്ടിച്ചിരിക്കുകയാണ് സീമാൻ ഇക്കുറി. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും പ്രധാന പരിഗണന നൽകുമെന്നാണ് വിദ്യാറാണി വീരപ്പന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. വീരപ്പന്റെ സമുദായം വണ്ണിയാർ വിഭാഗത്തിന്റെ പാർട്ടി എന്നു പേരുള്ള PMKയിൽ ആദ്യം കുറച്ചുകാലം വിദ്യ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പാർട്ടി വേണ്ടത്ര പരിഗണിക്കാതെ വന്നതോടെ BJPയിലെത്തി. യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെയായി. എന്നാൽ പിന്നീട് തീവ്ര തമിഴ് നിലപാടുള്ള നാം തമിഴർ കച്ചിയിലേക്ക് ചുവടുമാറി. അഭിഭാഷകയാണ് വിദ്യ. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച നാം തമിഴർ കച്ചിക്ക് കൃഷ്ണഗിരിയിൽ നേടാനായത് 28,000 വോട്ട് മാത്രമാണ്. ഇക്കുറി വീരപ്പൻ എഫക്റ്റ് വോട്ട് വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാ വീരപ്പനും കക്ഷി നേതാവ് സീമാനും. ഇലക്ഷൻ ഡെസ്ക് 24.